CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനം കുറിക്കും. പാർട്ടി ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഇന്ന് സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കും. തുടർന്ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സുജു, ഇന്ന് ജില്ലാ സമ്മേളനത്തിന്റെ തുടക്കം, ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഇന്ന് നടക്കാനുള്ള പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്ന് എന്തായാലും അംഗങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണ്. അന്ന ഇന്ന് കോന്നി ചുമപ്പണിയും തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ കോന്നിയ മലയോര ഗ്രാമമാണ്. കോന്നി പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഈ ഗ്രാമീണ ജനത ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 50,000 പേർ പങ്കെടുക്കുന്ന വലിയ റാലി, റെഡ് വാളിൻ്റെ മാർച്ചിനോടൊപ്പം വലിയ റാലിയും കോന്നിയിൽ നിന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. പാർട്ടി ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി CPMൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കോന്നിയിൽ വകയാറിൽ ഇപ്പോൾ CPMൻ്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമ്മേളനത്തിൻ്റെ 3-ാം ദിവസമാണ്. ഇന്നാണ് പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും തിരഞ്ഞെടുക്കുക. ഈ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ സമ്മേളന കാലത്തേക്ക് വരുമ്പോൾ സമ്മേളനത്തിൽ ഉയർന്ന ഉൾപാർട്ടി വിമർശനങ്ങളും ഉൾപാർട്ടി വിമർശനങ്ങളല്ലാത്ത ചില കാര്യങ്ങളും ചർച്ചയായി നടത്തിയ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഇതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികൾ ചില വിമർശനങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്ത് വേണ്ട എല്ലാ മുക്കിനും മൂലയിലും ബ്രാഞ്ചുകളും ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി. കോന്നിയിലുണ്ട്, പത്തനംതിട്ടയിൽ 1000-ലധികം ബ്രാഞ്ചുകളാണ്, 100-ലധികം ലോക്കൽ കമ്മിറ്റികളും 13 ഏരിയ കമ്മിറ്റികളും കമ്മിറ്റി സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സമ്മേളനങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളിലും അതിൻ്റെ സെക്രട്ടറിയെ, അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ സമ്മേളനം നടത്തിയാണ് CPM അതിൻ്റെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്ക് എത്തുന്നു. ആ ജില്ലാ സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറിയെയും ഈ സമ്മേളനം തിരഞ്ഞെടുക്കും. വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്ന സമ്മേളനമാണ്. അതിൻ്റെയോടൊപ്പം തന്നെ നാടിനാവശ്യമായ വിഷയങ്ങളെ മുൻനിർത്തി പ്രമേയ അവതരണങ്ങളുമുണ്ട്. പ്രധാനമായി 3 പ്രമേയങ്ങളാണ് ഇത് കമ്മിറ്റിയിൽ നിരവധി പ്രമേയങ്ങൾ അവതരിപ്പിച്ചെങ്കിലും 3 പ്രധാന പ്രമേയങ്ങളാണ് ചർച്ചയായിരിക്കുന്നത്. ഒന്ന്, കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം സംസ്ഥാനത്തിനെതിരെ. അത് വലിയ തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളൊക്കെ തന്നെ വിഷയമായിട്ടുള്ളതാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ നടത്തുന്ന തുടർച്ചയായ സാമ്പത്തിക ഉപരോധം അത് കേരളത്തിൻ്റെ ഏതെങ്കിലും ലഭിക്കേണ്ട, കേന്ദ്രത്തിന് കിട്ടുന്ന ഔദാര്യമല്ല, പകരം കേരളത്തിന് ലഭിക്കേണ്ട അവകാശം, അതിൽ ഫെഡറൽ വ്യവസ്ഥ പ്രകാരം ലഭിക്കേണ്ട ആ തുക കേന്ദ്രം നൽകാത്തത്. അതിനെതിരെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് മലയോര ജില്ലയാണെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടായി. ഈ മലയോര ജനതയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തുക എന്നത്. പലപ്പോഴും വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ വനവകുപ്പിനെതിരെയും കേന്ദ്ര നിയമങ്ങൾക്കെതിരെ പ്രതിഷേധമുണ്ടാവുമെങ്കിലും പ്രധാനമായി ഇതിൽ ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഉപരിയായി കേന്ദ്ര നിയമത്തിലാണ് ഭേദഗതി വരേണ്ടത്. 1972 വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. ആ നിയമത്തിൽ മാറ്റം വരുത്തുമ്പോൾ മാത്രമേ കർഷകരുടെയും അല്ലെങ്കിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ കാർഷിക സമ്പത്തിനൊക്കെ സംരക്ഷണം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ പ്രധാനമാണ് കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യത്തിൻ്റെ പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ നിയന്ത്രണങ്ങൾ കൂടെ അതിനെ കൊല്ലപ്പെടുത്താനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അത്ര ഒരു ഫലപ്രദമായ മാർഗമല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ 1972 കേന്ദ്ര വന്യജീവി ആക്ടിൽ വരുത്തേണ്ട ഭേദഗതികളിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് സമ്മേളനം ആവശ്യപ്പെടുന്നത് ഈ പന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ വധിക്കാനുള്ള അവകാശം നൽകുക കർഷകർക്ക് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ശബരിമല പാത. അതായത് നിലവിൽ അങ്കമാലി മുതൽ ഈ എരുമേലി വരെ 100 കിലോമീറ്ററിലധികം വരുന്ന ഒരു നിർദ്ദിഷ്ട ശബരിമല പാതയുണ്ട്. അത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തത്വത്തിൽ അംഗീകരിക്കുകയും മുമ്പ് അത് സംസ്ഥാന സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട ഒരു കാര്യം കൂടിയാണ്. എന്നാൽ അതിൻ്റെ പണി അതിവേഗം പുരോഗമിക്കുന്നില്ല. ആ കാര്യത്തിൽ ധാരണാപത്രം പ്രകാരം തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങണം. അതിൽ സംസ്ഥാനവും കേന്ദ്രവും ഏതാണ്ട് തുല്യ രീതിയിൽ പണം വിനിയോഗിക്കുന്ന തരത്തിലാണ് നിലവിലെ കരാറുകൾ. അതിൽ കേന്ദ്ര സർക്കാർ നൽകേണ്ട പണം കൃത്യമായി സംസ്ഥാനത്ത് നൽകണമെന്ന് ഒരാവശ്യം കൂടെ പ്രമേയത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമല പാത എന്ന് പറയുന്നത് മലയോര ഗ്രാമമായ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒരു വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ മലയോര ജനതയുടെ വികസനത്തിന് ഒതുങ്ങുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന്. നിലവിൽ നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ മാത്രമാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതിനുപരിയായി ഇത് അങ്കമാലിയിൽ നിന്ന് എരുമേലിയിലേക്ക് എത്തുന്ന ഈ ശബരിമല പാത അത് സുജുവിലേക്ക് ഞാൻ വരാം.